viewers, welcome back to my YouTube channel. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, ഐ ആം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ ചാനലിൽ ഞാൻ ചെയ്യാറുള്ളത് ഓൺലൈൻ ഷോപ്പിംഗ് ഹോൾ വീഡിയോസ്, റിവ്യൂ വീഡിയോസ്, അതുപോലെ ചെറിയ ചെറിയ ട്രാവൽ വ്ലോഗ്സ് ഒക്കെയാണ്. അപ്പൊ അതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് പറയാനാണെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലും രേഖപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ വന്നിട്ടുള്ളത് തന്നെ വീഡിയോ എന്ന് പറയുന്നത് ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ തന്നെയാണ്. ഇയറിംഗ്സിന്റെ ഒരു ഹാൾ വീഡിയോ ആണ്. ഈ ഇയറിംഗ്സ് വാങ്ങിയിട്ടുള്ളത് സിദ്ധി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ്. അവർ ഓൺലൈനായിട്ടും ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്റ്റോർ ഉള്ളത് ആലപ്പുഴയിലാണ്. അപ്പൊ അവിടെ നിന്ന് ഞാനൊരു 6 പെയർ ഓഫ് ഇയറിംഗ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഇയറിംഗ്സ് ആദ്യം ഞാൻ കാണിക്കും. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഈ വീഡിയോയിൽ ചെറിയൊരു ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, സിദ്ധി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഇയറിംഗ്സ് എല്ലാം തന്നെ. യൂട്യൂബിൽ അവർക്കൊരു ചാനൽ ഉണ്ട്. അപ്പൊ ചാനൽ ത്രൂ ആണ് ഞാൻ ഇവരുടെ സ്റ്റോറിനെ പറ്റി അറിയുന്നതും. അങ്ങനെ എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് അവരുടെ ഇയറിംഗ്സിന്റെ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഇയറിംഗ്സ് ഞാൻ വാങ്ങിയത്. നോർമലി വാങ്ങാറുള്ള കൈൻഡ് ഓഫ് ഇയറിംഗ് അല്ലായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായത്. നമുക്കറിയാം സ്റ്റോൺസ് അല്ല, മറിച്ച് റെസിൻസ് യൂസ് ചെയ്തിട്ടുള്ള ഇയറിംഗ്സ് ആണ്. അത് ഭയങ്കര അഫോർഡബിൾ പ്രൈസ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് തന്നെ. അപ്പൊ അതെന്താന്നുള്ളത് അറിയാനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണുക. സോ നമുക്ക് ഓരോരോ ഇയറിംഗ്സ് ആയിട്ടും അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാൻ പാക്കേജിംഗ് ഒക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞായിരുന്നു കിട്ടിയപ്പോൾ തന്നെ. അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ ഒക്കെ നമ്മൾ എടുക്കണമല്ലോ. എന്താ വെച്ചാൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ്. അതിപ്പോ ഏത് സ്ഥലത്ത് നിന്ന് നമ്മൾ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടി താഴെ പോയാണ് എന്തെങ്കിലും സ്റ്റോണോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കസ്റ്റമർ ഓണേഴ്സിനെ പറ്റിക്കാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുത്ത് തന്നെ എടുക്കണം. അപ്പം ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തതാണ്. യാതൊരു ഡാമേജസും കാര്യങ്ങളൊക്കെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി നിങ്ങളെ ഓരോ കമ്മൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇതുപോലൊരു പാക്കേജിംഗിലാണ്. ഇത് ഓൾറെഡി ഓപ്പൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ബബിൾ റാപ്പ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അകത്ത് ഈ ഒരു കവറിംഗിലാണ് 6 ഇയറിംഗ്സും ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓരോ ഇയറിംഗും ഓരോ പാക്കേജിംഗിലായിട്ട് ഇതാണ് ഈ 6 ഇയറിംഗ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി അതിൽ ഓരോന്ന് നിങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ലാവൻഡർ ഷേപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ഇയറിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് സ്റ്റോൺ അല്ല വന്നിട്ടുള്ളത്, റെസിൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഇയറിംഗ് ആണ്. അതുപോലെ തന്നെ താഴെ ഇതുപോലത്തെ ബീഡ്സിന്റെ ഒരു ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ള ഹാങ് ചെയ്യുന്ന ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് 40 റുപ്പീസ് ആണ്. 40 റുപ്പീസിന്റെ ഇയറിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഇയറിംഗ് എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ഇയറിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു പീച്ച് ഷെയ്ഡിലാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത്. സെയിം റെസിൻ തന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൈൻഡ് ഓഫ് ഇയറിംഗ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് 35 റുപ്പീസ് ആയിരുന്നു. നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഓക്സിഡൈസ് സിൽവറിൽ വന്നിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതിന്റെ സെന്ററിൽ വന്നിട്ടുള്ളത് സ്റ്റോൺ വർക്ക് ആണ്. ഇത് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഇയറിംഗ് ആണ്. കാണുന്ന പോലെയല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒന്നും ഒത്തിരി സൈസ് ഒന്നും ഇല്ലാത്ത മീഡിയം സൈസിൽ വന്നിട്ടുള്ള ഇയറിംഗ് ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസ് ആയിരുന്നു ഇതിന്റെ പ്രൈസ് വന്നത്. നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടർഫ്ലൈന്റെ ഇയറിംഗ് ആണ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള, ഇതാണെങ്കിൽ ഒരുപാട് കളർ ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇത് നമ്മുടെ ഇയർ ഹോളിൽ വെച്ച ശേഷം ഇതിങ്ങനെ അടച്ചാൽ മതി. കണ്ടോ, ഇങ്ങനത്തെയാണ്. അപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമുക്കറിയാം ഇപ്പൊ കുർബാ സംഘവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡ് ജ്വല്ലറി ആരും തന്നെ യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. മാല പൊട്ടിക്കലാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഗോൾഡ് റേറ്റ് കാരണം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അങ്ങനെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇയറിംഗ് ആണ്. ഇത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം കളർ ഒന്നും പോകുന്ന പ്രശ്നമില്ല. മല്ലോ റെസിൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് 35 റുപ്പീസ് ആണ്. നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഞാനായിട്ട് ഹൂക്ക് ടൈപ്പ് ആണ് വാങ്ങിയിട്ടുള്ളത്. അതെന്ന് പറയുന്നത് ഒന്ന് ഗോൾഡിലും ഒന്ന് സിൽവറിലുമാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ സിൽവറിൽ കുറച്ച് ബിഗ് സൈസും ഗോൾഡിന് വന്നിട്ടുള്ളത് ഒരു മീഡിയം സൈസും വരുന്ന രീതിയിലുള്ളതാണ്. ഇതിന്റെ രണ്ടിന്റെ പ്രൈസ് വന്നിരുന്നത് 45 റുപ്പീസ് ആണ്. അപ്പൊ ഞാൻ 45 റുപ്പീസിന്റെ 2 ഇയറിംഗ്, 40 റുപ്പീസിന്റെ 3 ഇയറിംഗ്, അതുപോലെ 35 റുപ്പീസിന്റെ ഒരു ബട്ടർഫ്ലൈഡ് ഇയറിംഗും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലസ് നമ്മൾ 40 ഷിപ്പിംഗ് ചാർജ് കൂടി കൊടുക്കണം. അപ്പൊ ഇതാണ് രണ്ടും. അപ്പൊ ഇതൊക്കെ വേറെ ഇതിലുള്ള വീഡിയോ ഞാൻ സൈഡിലും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇയറിംഗ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെയൊക്കെ ഒരു നമുക്കറിയാം ഇപ്പൊ ഓൺലൈൻ സൈറ്റ്സ്, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ ഒക്കെ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യുന്നവരാണ് മിക്കവരും. ഒരു 90% ആൾക്കാർ ഇപ്പൊ ഓൺലൈൻ ഷോപ്പിങ്ങിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് വീട്ടിൽ ഇരുന്ന് സമയം എടുത്ത് നോക്കി ഓർഡർ ചെയ്യാം, നമുക്ക് വീട്ടിൽ ഡെലിവർ ആകും. അത് കൂടാണ്ട് നമുക്കറിയാം പല പല ഷോപ്പുകളും ഇപ്പൊ ഓൺലൈനായിട്ട് സെയിൽ സ്റ്റാർട്ട്
ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഷോപ്സ് ആവാം, വലിയ വലിയ ഷോപ്സ് ആവാം. അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം മലയാളികളാണെങ്കിലും അതല്ല ആരായാലും തന്നെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാനാണ് നോക്കുക അല്ലെ. അപ്പൊ അത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ ഈ ഇയറിംഗ്സിന്റെ ഒക്കെ നമുക്കറിയാം ഇപ്പൊ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് പിക്ചർ അപ്ലോഡ് ചെയ്ത് നമ്മൾ, അതായത് നമുക്ക് ഇതിപ്പോ ഇപ്പൊ പിൻട്രസ്റ്റിലൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് അത് നമുക്ക് വാങ്ങണം, ഇപ്പൊ ഓൺലൈൻ അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആപ്പിലൊക്കെ തന്നെ ഫോട്ടോ വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഇതിന്റെയൊക്കെ പ്രൈസ് കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. കാരണം ചില സംഭവങ്ങൾ നമുക്ക് ഷോപ്പിലായിരിക്കും അഫോർഡബിൾ റേറ്റിൽ കിട്ടുക, ചില സംഭവങ്ങൾ ഓൺലൈൻ ആയിരിക്കും. പക്ഷെ നമ്മൾ കണ്ണു അടച്ച് ഓൺലൈൻ വാങ്ങിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ അടുത്തുള്ള ഷോപ്സിലും കൂടി പോയിട്ട് നോക്കണം. ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിലവിൽ നമുക്ക് സാധനം കിട്ടുന്ന ഒരു ആപ്പാണ് മീഷോ. അതുകൊണ്ടാണ് ഞാൻ മീഷോയിൽ തന്നെ കമ്പാരിസൺ വേണ്ടി എടുത്തത്. ഞാൻ വാങ്ങിയ 40 രൂപയുടെ ഇയറിങ്സിൻ്റെ സെയിം ഇത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ റേറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹൂപ്പ് ഇയറിങ്സ് സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും റേറ്റ് എത്രയാണ് ആപ്പിൽ കാണിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയതിൽ. പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ പ്രൈസ് കമ്പാരിസൺ കൂടി ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരാതെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ചില ഐറ്റംസ് നമുക്ക് ഓൺലൈനിൽ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ ഇപ്പൊ ഡ്രസ്സസ് എടുക്കും. ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നത് ഒരു കുർത്തി ആൻഡ് ബോട്ടം സെറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ജസ്റ്റ് 450 റുപ്പീസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭയങ്കര നല്ല ക്വാളിറ്റിയും അതുപോലെ എനിക്ക് വാഷ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തതാണ്. യാതൊരു കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ചിലപ്പോൾ അത് ഷോപ്പിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ചില ഐറ്റംസ് ഇയറിംഗ്, ഇപ്പൊ ചില ജ്വല്ലറി സെറ്റ്, ഇപ്പൊ ബ്രൈഡൽ ജ്വല്ലറി സെറ്റ് ഒക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും ഭയങ്കര റേറ്റ് കുറവിൽ നമുക്ക് കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ തന്നെ പർച്ചേസ് ചെയ്യാന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷോപ്സിലും കൂടി പോയിട്ട് നമ്മൾ നോക്കുക. ഷോപ്സിലായിരിക്കും വിലക്കുറവ്. ഇപ്പൊ തന്നെ ഈ ഒരു ഒറ്റ ഇയറിംഗിന്റെ മാത്രം, അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള ഇയറിംഗ്സിനെ നോക്കിയാൽ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവും. ചിലത് നമുക്ക് ഭയങ്കര പ്രൈസ് ഡിഫറൻസ്, അതായത് ഹൈ പ്രൈസിലായിരിക്കും ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ആപ്സിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. എന്നാൽ ഷോപ്സിൽ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണും ഈ ഇൻഫർമേഷൻ എന്ന് ഞാൻ കരുതുന്നു. സോ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye from Lakshmi.